ഇന്ന് ചൊവ്വാഴ്ച ട്യൂസ്ഡേ ആണ്. വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്യൂസ്ഡേ ഓൾറെഡി കഴിഞ്ഞു. വെനസ്ഡേ, തേഴ്സ്ഡേ ഈ 2 ദിവസങ്ങളുണ്ട്. നമ്മുടെ വെള്ളിയാഴ്ച ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഒരാൾ പോലും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത്, കാരണം ഓണം എക്സാമിന് ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നാളെ മുതൽ ഒരുവിധം ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, അതിനെ സീരിയസ് ആയിട്ട് കാണാനും തുടങ്ങും, നല്ലപോലെ പഠിക്കാനും വേണ്ടി തുടങ്ങും. അപ്പൊ അവരിങ്ങനെ ആലോചിക്കും, സാറേ എനിക്ക് എന്തെങ്കിലും ഒരു സ്റ്റഡി പ്ലാൻ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പഠിച്ചിട്ട് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു കിഡിലൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ് സാർ ദാ ഇന്ന് വന്നിട്ടുള്ളത്. ഈ സ്റ്റഡി, അതായത് 11-ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ 20-ാം തീയതി എക്സാം കഴിയുന്നത് വരെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് സാർ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ വീഡിയോ അവസാനം വരെ കാണാതെ എന്ത് ചെയ്യരുത്, പകുതി വെച്ച് നിർത്തി പോകരുത്. അത്രക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. സാറേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്? ഒന്നാമത് ഷുവർ ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും, പ്രഡിക്ഷൻസ് വരുന്നതായിരിക്കും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാക്കുന്നതായിരിക്കും. എപ്പോഴൊക്കെയാ സാറേ ഇത് ഉണ്ടാകുക? ഓരോ സബ്ജക്റ്റിന് എടുക്കുമ്പോൾ ഒരു ദിവസമൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സാറേ, ഗ്യാപ്പ് ഉള്ളൂ. അപ്പൊ ആ ഗ്യാപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ മുന്നേ പഠിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഷെഡ്യൂൾ ആണ് സാറേ എനിക്ക് വേണ്ടത്. ആ ഷെഡ്യൂൾ ആണ് സാർ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് ഇവിടെ തരാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരാൾ പോലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത് എന്നുള്ളതാണ് സാർ എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് നോക്കി നോക്കാം. അതായത് അതിന് മുന്നേ സാർ ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാല്, സാറേ നമുക്കിപ്പോ യൂട്യൂബിൽ ഷുവർ ക്വസ്റ്റ്യനും പ്രഡിക്ഷനും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ ചാപ്റ്ററിനെയും കംപ്ലീറ്റ് റിവിഷൻ വിത്ത് ഷുവർ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ പ്രഡിക്ഷൻ PDF, സബ്ജക്ട് വൈസ് പ്രഡിക്ഷൻ PDF ഉണ്ടാവും, പ്രഡിക്ഷൻ വീഡിയോ ഉണ്ടാവും. ഇതുപോലെയുള്ള മൈക്രോ ബിറ്റുകളും മൈൻഡ് മാപ്പുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കിട്ടിയാൽ എക്സാമിന്റെ അന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചതെന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിന്റെ മൈൻഡ് മാപ്പാണ് സാർ ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് 1 പേജിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ആക്കി. ഇത് നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കൊടുക്കുന്നതായിരിക്കും. പിന്നെ സാറേ 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 999 ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സാറിന് മെസ്സേജ് അയച്ചാൽ മതി. സാറിന്റെ റെഫറൽ കോഡിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ 5% ഡിസ്കൗണ്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ഒരു കാര്യത്തിൽ ആർക്കും എന്ത് വേണ്ട, സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ സാറേ ഇനി എങ്ങനെയാണ് കൃത്യമായിട്ട് ഞാൻ പഠിക്കേണ്ടത്, അതാണ് സാറ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നത്. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, ഓക്കെ. ദെൻ പ്രഡിക്ഷൻസ് ആണ്, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ സാറേ 11-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഷെഡ്യൂളാണ് ഞാൻ ആദ്യം പറയുന്നത്. 11-ാം തീയതി, അതായത് ഇന്ന് 7:30 മാത്സിന്റെ A+ ലെവൽ ക്വസ്റ്റ്യൻസ്, എല്ലാ ചാപ്റ്ററിലെയും A+ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരാൾ പോലും എന്ത് ചെയ്യരുത്, അത് മിസ്സാക്കരുത്. 12-ാം തീയതി നാളെ 7:30 ബയോളജിയുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസ്. കാരണം വെള്ളിയാഴ്ച നമുക്ക് ബയോളജിയാണ് എക്സാം. തൊട്ട തലേ ദിവസം മാത്രം പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റൂല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നാളെ തന്നെ, അതായത് ബുധനാഴ്ച നമ്മൾ എന്ത് ചെയ്യുന്നു, ബയോളജിയുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച രാത്രി 7:30 ബയോളജിയുടെ പ്രഡിക്ഷൻ ലൈവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. കഴിഞ്ഞോ? ഇല്ല. ഇനി അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ, എക്സാമിന്റെ അന്ന് രാവിലെ 5:30 ബയോളജിയുടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാകുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിനെ അറ്റൻഡ് ചെയ്യേണ്ടത്, എഴുതേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ വെള്ളിയാഴ്ച എക്സാം കഴിഞ്ഞു. പിന്നെ നമുക്ക് തിങ്കളാഴ്ചയാണ് എക്സാം ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. തിങ്കളാഴ്ച 2 എക്സാം ഉള്ളത്. ഒന്ന് സെക്കൻഡ് ലാംഗ്വേജും ഉണ്ട്, പിന്നെ കെമിസ്ട്രി. ഈ 2 എക്സാം ആണ് നമുക്ക് തിങ്കളാഴ്ച വരാൻ വേണ്ടി പോകുന്നത്. അപ്പോ അതിനു വേണ്ടി നമുക്ക് അവിടെ നിൽക്കട്ടെ. ദെൻ അങ്ങനെയാണെങ്കിൽ സാറേ ചൊവ്വാഴ്ചയാണെങ്കിലോ മാത്സ് ഉണ്ട്.
ബുധനാഴ്ചയാണെങ്കിലോ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. അവർക്കിടയിലൊക്കെ ഒരു ദിവസം മാത്രമല്ലേ സാറേ നമുക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുള്ളൂ? അതെ, അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ എക്സാം കഴിഞ്ഞു വന്നിട്ട് നമ്മൾ നേരെ അന്ന് 7:30 ഫിസിക്സിന്റെ 50 ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അതിലൂടെ ഫിസിക്സിന്റെ എല്ലാവിധ കോൺസെപ്റ്റുകളും എല്ലാവിധ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒരുവിധം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ 15-ാം തീയതി, അതായത് 15-ാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് 2 മണിക്ക് മാത്സിന്റെ 50 ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? തരുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് ഫിസിക്സിനും മാത്സിനും പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ തീരുന്നതായിരിക്കും. ദെൻ അന്ന് ശനിയാഴ്ച രാത്രി 7:30, കാരണം തിങ്കളാഴ്ച കെമിസ്ട്രി എക്സാം ഉണ്ട്, അതിന് നല്ലപോലെ ഫോക്കസ് ചെയ്യണം. അപ്പൊ ശനിയാഴ്ച രാത്രി 7:30 നമ്മൾ എന്ത് ചെയ്തായിരിക്കും? കെമിസ്ട്രിയുടെ 50 ഷുവർ ക്വസ്റ്റ്യൻ. ദെൻ അതിനുശേഷം 16-ാം തീയതി 7:30 സൺഡേ ഈവനിങ് 7:30 കെമിസ്ട്രിയുടെ പ്രഡിക്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ലാംഗ്വേജിന്റെയും പ്രഡിക്ഷൻ ഉണ്ടായിരിക്കും അന്ന് രാത്രി തന്നെയാണ്. ദെൻ പിറ്റേന്ന് രാവിലെ, അതായത് എക്സാമിന് അന്ന് രാവിലെ നമ്മൾ കെമിസ്ട്രി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ തൊട്ടടുത്ത ദിവസം മാത്സ് എക്സാം ആണ്. അതുകൊണ്ട് അന്ന് തലേ ദിവസം രാത്രി മാത്സിന്റെ പ്രഡിക്ഷൻ, പിറ്റേ ദിവസം മോർണിംഗ് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. പിന്നെ തൊട്ടടുത്ത ദിവസം ഫിസിക്സ് ആണ് എക്സാം, അപ്പോൾ ഫിസിക്സിന്റെ പ്രഡിക്ഷൻ ഉണ്ടാകും. അതേപോലെ അന്ന് തന്നെ CS-ന്റെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. then അങ്ങനെയാണെങ്കിൽ അതിന് രാവിലെ 5:30 ഫിസിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും CS-ന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും അവസാനത്തെ എക്സാം ഇംഗ്ലീഷ് ആണ്. അപ്പൊ 19-ാം തീയതി ഫിസിക്സ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഈവനിങ് 7:30 നമ്മൾ ഇംഗ്ലീഷിന്റെ പ്രഡിക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ പിറ്റേ ദിവസം രാവിലെ ഇംഗ്ലീഷിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് അന്നേ ദിവസം രാത്രി നമ്മൾ ഓണം അടിപൊളിയായിട്ട് ഓണം വെക്കേഷൻ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സക്സസ് സെലിബ്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മുടെ ചാനലിലൂടെ വെക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, സാറേ ഇതിന്റെ തിയറി ഒന്നും ഞാൻ തീരെ പഠിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ തിയറി പഠിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? തിയറി നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. ഇനി നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നത്, ഇന്നലെ നിങ്ങൾ ബയോളജിയുടെ ഒരു കാര്യം ഉണ്ടാവും, ഈ ചാപ്റ്റർ ഇൻ 19 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ കംപ്ലീറ്റ് റിവിഷൻ അവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടെ ഈ 50 ഷുവർ ക്വസ്റ്റ്യൻസ് കൂടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സാറിന് എന്ത് ചെയ്യാനുള്ളത്? പറയാനുള്ളത്. അപ്പൊ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞങ്ങളെ ഫോളോ ചെയ്താൽ, ഈ ഒരു 10 ദിവസം MS സൊല്യൂഷനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഓണം എക്സാമിന് നല്ല മാർക്കോട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പാസ് ആവാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സാറിന് പറയാനുള്ളത്. അതിന്റെ കൂടെ തന്നെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, മൈൻഡ് മാപ്പ്, മൈക്രോബിറ്റ്, പ്രഡിക്ഷൻ PDF, പ്രഡിക്ഷൻ വീഡിയോ, 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതെല്ലാം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ കിട്ടൂ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കാരണം ആ കുട്ടികൾ നമ്മൾ അടിപൊളി മക്കളാണ്. കാരണം ബാച്ചിൽ നമ്മൾ ലൈവ് കൊടുക്കുമ്പോൾ സെറ്റ് മക്കളാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. എന്ത് തന്നെയായാലും ഈ ഒരു ഓണം എക്സാം എന്ത് ചെയ്യും? പൊളിച്ചടക്കും. ഓക്കെ.